ഹായ്, ഞങ്ങള് ബന്ദിപ്പൂർ കാട്ടുകൂടെ ഇങ്ങനെ വന്നതാട്ടോ. എന്നിട്ട് ഇവിടെ പോണത് ഒരു ക്ഷേത്രത്തിലേക്കാണ്, അത് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ പിന്നെ ഗുണ്ടിൽപേട്ട് എത്തുന്നതിന് മുമ്പായിട്ട് സൂര്യകാന്തി തോട്ടം കണ്ടു. അപ്പോൾ സൂര്യകാന്തി തോട്ടം കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ ആ സൂര്യകാന്തി തോട്ടം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ ഒരാൾക്ക് 25 രൂപ എൻട്രി ഫീ മേടിച്ചു കേട്ടോ. തിരക്കേടില്ല. ഇത് എണ്ണ എടുക്കാൻ പറ്റിയ പൂക്കളല്ല, ഇതിനകത്ത് വിത്ത് കുറവാണ്. കണ്ടില്ലേ, വിത്ത് കുറവാണ്. പക്ഷേ പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഇഷ്ടംപോലെ തേനീച്ചയൊക്കെ ഉണ്ട്. തേനീച്ചനെ എപ്പോഴും കാണാം. തേനീച്ച വീട്ടിൽ പോയിട്ടില്ല. വൈകുന്നേരം മൈപ്പ് സമയമായി. നല്ല ഭംഗിയുള്ള ഒരു തോട്ടം. അപ്പോൾ ആ തോട്ടത്തിൽ ഞങ്ങൾ കയറി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. തിരക്കേടില്ല, നല്ല ഭംഗിയുണ്ട്. വരുമ്പോൾ ഇതുപോലെ എടുക്കുക. ഗുണ്ടിൽപേട്ട് എത്തുന്നതിന് മുമ്പായിട്ടാണ്. ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി കുറച്ചൊരു 4-5 കിലോമീറ്റർ കൊണ്ട് പോന്നിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ തോട്ടം കാണുന്നത് കേട്ടോ. ഓക്കെ. സൂര്യകാന്തി പൂക്കളേ, അതിമനോഹരമായ സൂര്യകാന്തി തോട്ടം. സൂര്യകാന്തി ഇങ്ങനെ വിരിഞ്ഞ് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയം സന്ധ്യ. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. അതിമനോഹരമായ കാഴ്ച. സൂര്യകാന്തിയുടെ ഫ്രണ്ട് വശം, ഇത് നമ്മൾ സൂര്യകാന്തിയുടെ ബാക്ക് വശം. സൂര്യകാന്തിയുടെ ബാക്ക് വശം അങ്ങനെ ആരും വീഡിയോ എടുക്കാറില്ല. കാഴ്ചയ്ക്ക് ഭംഗി ഫ്രണ്ട് വശമാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്ക് വശം കൂടി കാണിച്ചു തരാൻ കേട്ടോ. വലിയൊരു തോട്ടമാണ്, ഒരുപാടുള്ള തോട്ടം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നേരെ സൈഡ് വ്യൂ കാണണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ സൂര്യൻ അസ്തമിച്ച ഭാഗത്തേക്കാണ് തിരിഞ്ഞ് നിൽക്കേണ്ടതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, അത് നേരെ ഓപ്പോസിറ്റ് എപ്പോൾ ഉള്ളത്. ഇപ്പോൾ കിഴക്ക് ഭാഗത്തേക്കാണ് തിരിഞ്ഞേക്കണേ. സൂര്യൻ ബാക്കിൽ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കണം. എന്ത് മനോഹരമായ കാഴ്ച നോക്കിയാട്ടെ. ഓക്കെ, ടാറ്റ, ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.